നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് ലാർജ് ക്യാപ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് LTI Mindtree ലിമിറ്റഡ്. LTI Mindtree കഴിഞ്ഞ ദിവസം 1.7% ഉയർന്ന് 5574 ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 6442, 52 വീക്ക് ലോ 4513. LTI Mindtreeയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളെ പ്രതീക്ഷിക്കാം. LTI Mindtreeയിൽ നിന്നും 1138 കോടി രൂപയുടെ പ്രോഫിറ്റും 9030 കോടി രൂപയുടെ റവന്യൂവുമാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആകുന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത്. 1138 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1135 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. ഈ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1.5% കുറവാണ്. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ 1152 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. അതേസമയം മാർച്ച് ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റിൽ 3% വർധനവുണ്ടായിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 5% വർദ്ധിച്ചു. 8702 കോടിയിൽ നിന്നും 9142 കോടിയിലേക്കാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മണി കൺട്രോൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 16.7% എന്ന് പ്രഡിക്റ്റ് ചെയ്തപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ 14.7% നിന്നും 15% ഉയരുകയാണ് ചെയ്തത്. ഓപ്പറേറ്റിംഗ് മാർജിനിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. അതേസമയം ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയും ചെയ്തു. LTI Mindtreeയുടെ റവന്യൂ ഇൻ ടേംസ് ഓഫ് $, ഇയർ ഓൺ ഇയറിൽ 3.5%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.5% ഉയർന്നു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1-ൽ $1.4 ബില്യൺ സ്റ്റേബിൾ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 45 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. LTI Mindtreeയുടെ അട്രീഷൻ റേറ്റ് നോക്കുകയാണെങ്കിലും അട്രീഷൻ റേറ്റും ഏകദേശം ഫ്ലാറ്റാണ്. 14.4% അട്രീഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1400 ഫ്രഷേഴ്സിനെ LTI Mindtree ക്വാർട്ടർ 1-ൽ ജോലിക്കെടുത്തിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഹെഡ് കൗണ്ട് 81,934 രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. LTI Mindtree 5500 ട്രേഡ് ചെയ്യുന്നു. 6000 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 6300 എന്ന ലെവൽ കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റോക്കിനെ പരിഗണിക്കുക. 5000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട്, 4800 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്. രണ്ടാമത്തെ ലാർജ് ക്യാപ് സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 0.39% ഉയർന്ന് 2968 ക്ലോസിംഗ് നൽകി. 2.85 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52, ഡിവിഡൻഡ് ഈൽഡ് 1.12%. ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് ഏഷ്യൻ പെയിൻറ്റ് ഇപ്രാവശ്യം മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും അഭിപ്രായപ്പെട്ടത്. ഇവിടെ ബ്രോക്കേജ് ഏജൻസികളുടെ പ്രഡിക്ഷൻ തെറ്റാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റിലും റവന്യൂവിലും വളരെ വലിയ ഇടിവ് വന്നു. അനലിസ്റ്റുകൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റ് 7% ഇടിയുമെന്നും റവന്യൂ ഫ്ലാറ്റായി തുടരുമെന്നുമായിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. എന്നാൽ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റിൽ 25% ഇടിവാണ് വന്നത്. 1432 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1170 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ 9236 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 2% ഇടിഞ്ഞ് 8970 കോടിയായി ചുരുങ്ങുകയും ചെയ്തു. ഇവിടെ ഹീറ്റ് വേവും ജനറൽ ഇലക്ഷൻ കണ്ടീഷൻസും ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിച്ചെന്ന് തന്നെയാണ് കമ്പനിയുടെ CEO പറയുന്നത്. അതേസമയം വരും സമയങ്ങളിൽ സ്റ്റോക്ക് റിക്കവർ ആകുമെന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് റിക്കവർ ആകുമെന്ന് CEO പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബിഫോർ ഡെപ്രീഷിയേഷൻ, ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് അതർ ഇൻകം ആൻഡ് എക്സെപ്ഷണൽ ഐറ്റം 20% ഇടിഞ്ഞ് 2121 നിന്നും 1693 എത്തി. നെറ്റ് സെയിൽസ് 23.2% നിന്നും 18.9% ഇടിഞ്ഞു. ഇൻ്റർനാഷണൽ ബിസിനസ് 2.3% ഇടിഞ്ഞ് 695 കോടിയിൽ നിന്നും 679 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതുകൂടാതെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലും ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും കമ്പനി പല ലിക്വിഡിറ്റി ഇഷ്യൂ നേരിടുന്നുണ്ട്. കമ്പനിയുടെ ഹോം ഡെക്കർ ബിസിനസ് 10%, കിച്ചൺ ഫിറ്റിംഗ് ബിസിനസ് 4.6% വളർച്ച കൈവരിച്ചു. ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 3000 എന്ന റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 2725 സ്റ്റോക്കിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവലാണ്. 2725 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 2500 എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്.
ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. 2725 സപ്പോർട്ടും 3500 റെസിസ്റ്റൻസുമായിരുന്നു സ്റ്റോക്കിനുണ്ടായിരുന്നത്. സ്റ്റോക്ക് 3000 എന്ന റെസിസ്റ്റൻസിനടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും 2725 എന്ന ലെവലായിരിക്കും ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇത് നഷ്ടമായാൽ സ്റ്റോക്കിലൊരു ബ്രേക്ക് ഡൗൺ വരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്